യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ കണ്ടില്ലേ, ഞാൻ കുറച്ച് കൂർക്കേൻ്റെ ഇതുണ്ട് കണ്ട, ഇത് കണ്ടില്ലേ, കൂർക്ക കണ്ട. ഈ കൂർക്ക നടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇതിപ്പോൾ കർക്കിടക മാസം കാലമാണ്. ഇതിപ്പം കർക്കിടക മാസത്തിലാണ് നടേണ്ടത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതെങ്ങനെയാണ് നടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട, നല്ല വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടുക. ഇത് കണ്ടില്ലേ, ഇതേപോലെ ചേരി ഇതിൻ്റെ അകത്ത് വെക്കുക. ഇതിൻ്റെ അകത്ത് ഞാൻ ഈ പോട്ടി മിശ്രത്തിൽ കുറച്ചും കൂടി പിന്നെ വേപ്പും പിണ്ണാക്കും ചാരവും കൂടി ഇടുന്നുണ്ട്. എന്താ, കുറച്ചും കൂടി ചാരവും വേപ്പ് പിണ്ണാക്കും കൂടി ഇടുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ടാണ് പിന്നെ ആദ്യം ഇട്ടിനെങ്കിലും അതിപ്പോൾ കുറേ ആയില്ലേ, അതുകൊണ്ട് കുറച്ചും കൂടി ഇട്ടേക്കാം. കഴിഞ്ഞു, ഇനി ഇതൊന്നുമില്ല. അതുകൊണ്ട് അത് കുറച്ചും കൂടി വളവിട്ടേക്കാന്ന് വെച്ചിട്ടാണ്. ഇത് നല്ലതാണ്, എപ്പോൾ ഒത്തിരി ഇട്ടാലും നല്ലതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് ഇത് കരിയിലാണ്. എന്താ, ഇത് കരിയില. അത് ഇത് ഇനി ഇതിൻ്റെ അകത്ത് ഞാനെന്നാ ഇടുന്നത് വെച്ചാൽ കുറച്ച് കരിയില ഇട്ടേ. കരിയില ഇതിൻ്റെ അകത്ത് കുറച്ച് കരിയിലാണ്. എന്താ ഇല്ലേ, കുറച്ച് കരിയില. ഈ ചൂളൊന്നും എടുക്കാൻ കഴിയില്ല, ചൂളുമില്ല വെച്ച് എടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ അതിന് നേരമില്ല. ഇനിയിപ്പം അതിനൊന്നും പോകാൻ കഴിയില്ല. കുറച്ച് കരിയില വാരിയിട്ടു. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഇനി കുറച്ച് സീമക്കൊന്നയായിരുന്നു. സീമക്കൊന്ന കഴിഞ്ഞു പോയി. എന്നാലും കുറച്ച് ഇടാഞ്ഞാൽ അച്ചത്തോൽ ഇടാഞ്ഞാൽ ഇനി ഗുണം കിട്ടൂല. അതുകൊണ്ട് കുറച്ച് സീമക്കൊന്ന ഇടണം. കുറച്ച് തിരി വന്നിട്ട് വരുന്നുണ്ട്, അത്ര ചെറുതത്രേ. കുറച്ചും കൂടി വളർന്നാൽ ഒരുപാടുണ്ടാവും. ഒരു തണ്ടിൽ തന്നെ കൊത്താൻ കിട്ടും. ഇതിപ്പം 2 തണ്ട് കൊത്തിയാലും കിട്ടുന്നില്ല. അതുകൊണ്ട് ഏതായാലും ഇടുന്നുണ്ട് ഞാൻ. പിന്നെ ഇനിയിപ്പം ഇതിങ്ങനെ ഇളക്കിയിട്ട് വേണ്ട, ഇതേപോലെ ഇളക്കിയിട്ട് ഇതിൽ വാരിയിടുക. ഇപ്പം കണ്ടല്ലോ, ഇതേപോലെ വാരിയിടുക. വാരിയിട്ടിട്ട് നമുക്ക് ഇതിനകത്ത് കുത്തി നിറച്ചിട്ട് വെക്കാം. കണ്ട, ഇതേപോലെ നിറക്കുക. നല്ലപോലെ നിറച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലേ, ഇങ്ങനെയാണ് കൂർക്ക കൃഷി നടേണ്ടത്. എല്ലാവരും ഇതുപോലെ തന്നെ. ഞാനിത് എല്ലാവർക്കും എന്നെ കാണിച്ചു കൊടുക്കുന്നത് വെച്ചാൽ എല്ലാവരും നടാൻ വേണ്ടിയിട്ടാണ്, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത്. എല്ലാവരും നട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് ഇഷ്ടംപോലെ വീട്ടിൽ തന്നെ ഉണ്ടാവും. പൈസ കൊടുത്ത് മേടിക്കണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിങ്ങനെ പറഞ്ഞു തരുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് നടട്ടെ. ഒന്നിൽ നട്ട് നോക്കാം, നെറ്റെല്ലാം പറയും കണ്ടല്ലേ. ഇതേപോലെ നടുക. ഇങ്ങനെ നട്ട് കൊടുത്താൽ അവരവരെ പാട്ടിന് പോയിക്കോളും. കേട്ടോ, ഇതേപോലെ ഞാനൊരു 6 എണ്ണം വെച്ചിട്ടാണ് നടുന്നത്. 6 എണ്ണം വെച്ചിട്ടാണ് നടുന്നത്. അത്രയും നടുന്നുണ്ട്. ഒരുപാട് നട്ടാൽ പിന്നെ കിഴങ്ങ് കീയൽ കുറയും. അതുകൊണ്ട് ഇത്രയും നടുന്നു. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് നട്ടു. ഇനിയിപ്പം 2 എണ്ണം കൂടി നടാനുണ്ട്. ഇതേപോലെ ഇതിൻ്റെ അകത്ത് ഇട്ട് വെക്കട്ടെ. ഇനി ഞാൻ ഇതെല്ലാം കൂടി ഇട്ട് വെക്കാം. ഇതിനെ എല്ലാം കൂടി ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് 2ലും കൂടി ഇട്ട് വെക്കട്ടെ. 2ലും കൂടി ഇട്ട് വെച്ചിട്ട് നടാം. ഇത് 2ലും ഇട്ട് വെക്കട്ടെ. ഈ ചേരി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളം തേച്ചും വാർന്ന് താഴേക്ക് പോകും. അല്ലെങ്കിൽ കണ്ടല്ല, ഇതിൻ്റെ വേര് ചീഞ്ഞു പോയാൽ പിന്നെ ഇത് നന്നാവില്ല. അതിനാണ് ഇതിങ്ങനെ എടുക്കുന്നത്, ഇതിങ്ങനെ വെക്കുന്നത്, ഇതിൻ്റെ അകത്ത് വെക്കുന്നത്. മറ്റൊന്നല്ല, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് വെള്ളം അവിടെ ഒഴിവ് വരുന്നുണ്ടല്ലോ, മറ്റാകുമ്പോൾ ഒഴിവ് വരില്ല. അപ്പോൾ അത് അവിടെ ആ കണ്ണാടെ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളം വാർന്നു പോവില്ല. അത് മാത്രമല്ല, ഇതിൻ്റെ താഴോട്ട് വന്ന് നിന്നാലും പേടിക്കാനില്ല. അതിനാണ് ഇതിപ്പോൾ ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇത് വെച്ച് കൊടുത്താൽ ഇതും വളാവും. ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ കളക്കാനാകുമ്പോഴേക്കല്ല ഇത് പിന്നെ വളായി വരും. ഇതും ചകിരിച്ചോറും അമ്മിയിട്ട് പൊയ്ക്കോളും. ചകിരിയും തൊണ്ടും അമ്മിയും. അപ്പോൾ അന്നേരം അതും കൂടി നമുക്കൊരു വളമായിട്ട് വരും. അതുകൊണ്ട് ഇതിന് പ്രശ്നമില്ല, കേടല്ലല്ലോ. ഇതിനകത്ത് ഞാനിപ്പം കരിയില വാരിയിട്ട് കരിയില വാരിയിട്ട് 2ലും കരിയില വാരിയിട്ട്. കരിയില ഞാൻ രാവിലെ പോയി വാരിക്കൊണ്ടെന്നേ. എന്താ, ഇതേപോലെ കരിയില വാരിയിട്ട്. കരിയില ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ എടുക്കാനാകുന്നില്ല. വിറകിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. വിറക് നീക്കാണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതേപോലെ നിറച്ചിട്ട് ഇതുപോലെ എല്ലാം നിറക്കുക, മുഴുവനും നിറക്കുക. ഇതേപോലെ നിറച്ചിട്ട് ഇലയുണ്ട് കണ്ടില്ലേ, ഇതുപോലെ നിറക്കുക.
ഇല നല്ലോണം അമിഞ്ഞതായതുകൊണ്ട് ഉണ്ടല്ലോ ഒരു പാട് കൊള്ളും. പാട് ഇല ഇത് ചാക്കിൽ നിറക്കാൻ കഴിയും എടാ. എല്ലാം വെള്ളപ്പറ്റിൻ്റെതായതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ സീമക്കൊന്നയും കൂടി ഞാൻ വെക്കട്ടെ. വേണ്ട ഈ സീമക്കൊന്നേൻ്റെ മേലെ നട്ട് കഴിഞ്ഞാൽ നല്ല വളമാണ്. അതായത് കറുപ്പോടെ വരുന്നത്. ഞാനിങ്ങനെ ഈ സീമക്കൊന്ന കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ചപ്പെല്ലാം ഇങ്ങനെ നമ്മളെ പച്ചക്കറിയെല്ലാം കൃഷിയെല്ലാം നല്ല കറുപ്പിൽ വരുന്നതെന്ന് വെച്ചാൽ ഈ വളത്തിൻ്റെ ഇതാണ്. ഒരു വേറെ ജൈവ മരുന്നെല്ലാം ഞാൻ വേറെ ഒരു ഇംഗ്ലീഷ് വളം ഒന്നും കൊടുക്കുന്നില്ല. ഇതന്നെ ഈ വളപ്പിലുള്ള ഇതെല്ലാം തന്നെയാണ് എൻ്റെ വളം കൊടുക്കുന്നത്. കണ്ടില്ലേ? ഇനി ഇതുപോലെ ഞാൻ ഇനി ഇത് വാരിയിട്ടെ. കണ്ട ഇതേപോലെ ഇത് വാരിയിട്ടിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ നട്ട് കൊടുക്കുക. ഇപ്പം നട്ട് കഴിഞ്ഞാൽ നല്ല കിഴങ്ങ് വരും. 5-8 മാസം വേണം ഇത് കിഴങ്ങായി വരാൻ. അതുകൊണ്ട് പിന്നെ വേഗം പെട്ടെന്ന് ആവില്ല. ബാക്കിയെല്ലാം കിഴങ്ങ് പോലെ 2 മാസം 3 മാസം ഒന്നും പോരാ. ഇനി ഒരു 5-8 മാസം വേണം, എന്നാലേ ഇത് കിഴങ്ങായി കിട്ടൂ. കണ്ട ഇതേപോലെ ഉണ്ടല്ലോ. ഇതേപോലെ ഇതിൻ്റെ അകത്ത് വാരിയിട്ട് നല്ല വളം, നല്ല പോട്ടി മിശ്രിതമാണ്. പോട്ടി മിശ്രിതം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ആക്കി വെച്ചതായതുകൊണ്ട് നല്ലതാണ്. അത് നല്ല വളവും കമ്പോസ്റ്റ് വളവും കൂടിയാണ് ഇട്ടിന്. കമ്പോസ്റ്റ് വളം നല്ലതല്ലേ? വേപ്പിൻ പിണ്ണാക്ക് എല്ലാം എല്ലുപൊടി എല്ലാം ഇട്ടിട്ടാണ് ഞാനിത് ഇവിടെ ആക്കി വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി എല്ലാം ഉണ്ടാക്കണത്രേ. ക്ലെറിയും എല്ലാം ഉണ്ടാക്കണത്രേ. ഉണ്ടല്ലോ. ഇതേപോലെ ഇത് ഇങ്ങനെ മടക്കി വെക്കണം. ഉണ്ടാ ഇതിങ്ങനെ മടക്കി വെക്കണം. മടക്കി വെച്ചാൽ ആ ബക്ക് കീറില്ല. അല്ലെങ്കിൽ കണ്ടല്ലോ ഈ ബക്ക് ഇങ്ങനെ കീറി വരും. ഇതിനിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ കുറേ താണു വരും. ഇത് ലേശം 2 ദിവസം കഴിയുമ്പോൾ മഴയെല്ലാം കൊള്ളുമ്പോണ്ടല്ല ഇതങ്ങ് താണു വരും. എന്താ ഇതിൻ്റെ അകത്ത് ഞാൻ ഇതും കൂടി നട്ടേ. കാണിക്കാൻ മതി. 3 ഞാൻ വേറെ നട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 3 കൂടി നട്ടു. ഇപ്പം ഇനി ഇത് കൂടി നടാം. ഇതേപോലെ നട്ടു കൊടുക്കുക. വേണ്ട ഇതേപോലെ നട്ടു കൊടുക്കുക. എനിക്ക് കണ്ടല്ലോ എല്ലാവരും ഇതേപോലെ കൃഷി ചെയ്യുക. നല്ല മനസ്സും നമുക്ക് നല്ലൊരു മനസ്സും നല്ലൊരു പിന്നെ പണിയെടുക്കാനുള്ള ഒരു ഉത്സാഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കൃഷിയും നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ കൃഷി നട്ടിട്ടൊന്നും കാര്യമില്ല. നമുക്കൊരു മനസ്സ് വേണം. ആദ്യം വീടെന്ന് വെച്ചാൽ നമ്മൾ മനസ്സ് നന്നാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൃഷിയിൽ വിജയിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ കൃഷിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ കൃഷി എടുത്തിനും മറ്റു കാര്യമില്ല. കൃഷി വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോടുള്ളൊരു താല്പര്യമോ അതിൻ്റെ ഒരു മനസ്സും വേണം. എന്നാൽ മാത്രമേ ആവൂലൂ. കണ്ടല്ലോ ഇതേപോലെ 3 ഇവിടെ നട്ടു. 3 ഞാൻ ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? കണ്ടല്ലോ. ഇതുപോലെ ഇതും കൂടി 6 വെച്ചിട്ടുണ്ട്. ഇപ്പം ഉണ്ടല്ലേ? ഇതേപോലെ നമുക്ക് എന്നും നടാൻ ഇഷ്ടംപോലെ വെള്ളി. നമുക്ക് ഒറ്റൊരു കിഴങ്ങുണ്ടായാൽ ഒരു കിഴങ്ങ് നമ്മളിപ്പോൾ മഴക്കാലാകുമ്പം പൊടിപ്പിച്ച് വെച്ചാൽ ഒറ്റൊരു കിഴങ്ങേ വിട്ടു. അതിൻ്റെ അകത്ത് പൊട്ടി നമ്മൾ പൊട്ടിക്കുന്നേരെ പൊട്ടിച്ച് വരും. ആ മുളച്ച് തുടങ്ങിയ പിന്നെ അതിൻ്റെ തല പൊട്ടിച്ച് വെച്ചാൽ മതി. അതാണ് വേണ്ടത്. ഇതിപ്പോൾ കണ്ടല്ലോ. വേണ്ട 6 നട്ടിട്ടില്ല. വേണ്ട നല്ല തലയാണ്, നല്ല ഇതാണ്, നല്ലോണം നന്നാവും. എനിക്ക് കഴിഞ്ഞാലും നട്ടിട്ട് നല്ല വിളവ് കിട്ടി. അതുകൊണ്ട് നിങ്ങളും അതുപോലെ ചെയ്യുക. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിന് നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. എല്ലാവരും ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക. പിന്നെ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണുക. വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് തരുന്ന